സിനിമ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഹൈദരാബാദ് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാൻഡ് ചെയ്യുന്ന ഒരു റോഡാണ് RTC ക്രോസ് റോഡ്. ഹൈദരാബാദിൽ 2 ടൈപ്പ് തിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് പ്രീമിയം മൾട്ടിപ്ലക്സുകളാണ്, പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഫോർമാറ്റുകളെല്ലാം ഉള്ള. പക്ഷേ ടിക്കറ്റ് ചാർജ് 295 രൂപയിൽ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡോൾബി സിനിമ ആവട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയുന്ന PCX ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ART സിനിമാസ്, AMB സിനിമാസ് ഒക്കെ ഭയങ്കര ലക്ഷൂറിയസ് ആണ്. ഇവിടെയൊക്കെ മാക്സിമം ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 295 ഇവർ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വലിയ സ്റ്റാർസിന്റെ പടം വരും. ഇപ്പോൾ രാംചരന്റെ പെദ്ദി എന്ന് പറഞ്ഞ പടം റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള പടങ്ങൾക്ക് ആദ്യത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഒരു വലിയ ടിക്കറ്റ് റേറ്റ് ഉണ്ടാവും. അതല്ലാതെ ബാക്കിയുള്ള സിനിമകൾക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ വലിയ ഫോർമാറ്റിൽ എൻജോയ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ 295 രൂപയിൽ ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വലിയ ഫോർമാറ്റ്സ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്നതെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് RTC ക്രോസ് റോഡ്. RTC ക്രോസ് റോഡ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ തിയേറ്റേഴ്സുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള മെയിൻ തിയേറ്റർ ആയിട്ടുള്ള സുദർശൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സുദർശൻ കൂടാതെ സന്ധ്യ, ദേവി, അങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. ഈ തിയേറ്റേഴ്സിൽ ഒരു സിനിമ ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള തിയേറ്റേഴ്സിൽ നല്ല മാസ് ഓഡിയൻസ്, ഈ സിനിമയ്ക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഓട്ടോമാറ്റിക്കലി വിജയമായി എന്നാണ് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടറും കരുതുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് RTS ക്രോസ് റോഡും അവിടെയുള്ള തിയേറ്ററുകളും. അപ്പോൾ RTS ക്രോസ് റോഡിലുള്ള തിയേറ്റേഴ്സ് എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനിടയിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത്, അതായത് RTC ക്രോസ് റോഡ് മെട്രോ സ്റ്റേഷനിൽ തന്നെ നമുക്കിങ്ങനെ സന്ധ്യ തിയേറ്ററിലേക്കും പിന്നെ അവിടെയുള്ള ബാവർച്ചി ബിരിയാണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. RTC ക്രോസ് റോഡ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ സന്ധ്യ, ബാവർച്ചി ഈ സദ്യയിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു തിയേറ്ററാണ് സപ്തഗിരി എന്ന് പറയുന്ന തിയേറ്റർ. അപ്പോൾ 1965 ഓപ്പൺ ചെയ്തത്. അപ്പോൾ അന്നതൊരു ട്വിൻ തിയേറ്റർ ആയിരുന്നു, ഹിമഗിരി, സപ്തഗിരി, അങ്ങനെയുള്ള 2 തിയേറ്റർ ആയിരുന്നു. പക്ഷേ സപ്തഗിരി 70mm എന്ന് പറയുന്നത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ 1965 ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭയങ്കര ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള RTC ക്രോസ് റോഡിലുള്ള ബാക്കിയുള്ള തിയേറ്ററുകളായിട്ടുള്ള സുദർശൻ, സന്ധ്യ, ദേവി, ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള തെലുങ്ക് സിനിമകൾ മാത്രം പ്ലേ ചെയ്യുമ്പോൾ ഈ സപ്തഗിരി എന്ന് പറയുന്ന തിയേറ്റർ ബാക്കിയുള്ള ഇംഗ്ലീഷ് സിനിമകളും കാര്യങ്ങളും എല്ലാം ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഹൈദരാബാദിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയേറ്ററാണ്. അപ്പോൾ സപ്തഗിരി 70mm എന്ന് പറയുന്ന ഈ തിയേറ്ററിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്നിട്ടുള്ള കൂട്ടുകാരും പിന്നെ ഹൈദരാബാദുള്ള കൂട്ടുകാരൊക്കെ പറഞ്ഞത് സപ്തഗിരിയിലേക്ക് ഒരിക്കലും പോകരുത്, കാരണം ഇപ്പോൾ ഒരു പഴയതാണ്, അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അത് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു പഴയ തിയേറ്റർ എക്സ്പീരിയൻസ് കഴിയാൻ കിട്ടുന്ന ഒരു ചാൻസ് സപ്തഗിരി 70mm, ഈ 70mm എന്ന് പറഞ്ഞ പേരാണ് നമുക്ക് അട്രാക്ട് ചെയ്യുന്നത്. പഴയ ബിൽഡിംഗ് ആണ്. RTC ക്രോസ് റോഡിൻ്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്കിത് കാണാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററായി. അപ്പം അങ്ങനെ ഈ തിയേറ്ററിലേക്ക് ഞാൻ ചെന്നു. ബാഡ് ബോയ് കാർത്തിക് എന്ന് പറഞ്ഞ് നാഗശൗര്യയുടെ ഒരു സിനിമയായിരുന്നു അന്ന് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെന്ന് ലാൻഡ് ചെയ്ത ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി ചെന്നത്. RTC ക്രോസ് റോഡ് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ സി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് സപ്തഗിരി 70mm AC. 11 മണിയുടെ ഷോ കഴിഞ്ഞ് നെക്സ്റ്റ് ഷോ എന്ന് പറയുന്നത് 2 മണിക്കാണ്. ഇപ്പോൾ 2 മണിക്കുള്ള ബാഡ് ബോയ് കാർത്തിക് എന്നുള്ള ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്ന ആളുകളൊക്കെയാണ് അവിടെ ഉള്ളത്. കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് 50 രൂപ ടിക്കറ്റാണ്. ഇപ്പോഴും 50 രൂപ ഉള്ള തിയേറ്റർ. ഇതുപോലുള്ള പഴയ തിയേറ്റർ ആംബിയൻസ്, അതിൻ്റെ മാർബിൾ ഫ്ലോർ, അതിൻ്റെ നൊസ്റ്റാൾജിയ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് വരികയാണെന്നുണ്ടെങ്കിൽ സപ്തഗിരി ഈ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി മാത്രമായി കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ്. അതിൽ കയറി കഴിയുമ്പോൾ ബാക്കിയുള്ള അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ വളരെ ചീപ്പാണ്. ബാക്കിയുള്ള അറിയാലോ, ഈ ഒരു 50 രൂപ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്നാക്സിനും കാര്യങ്ങളൊക്കെ എത്ര ഇതൊന്നും ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്കിതിൻ്റെ സ്ക്രീൻ കാണാം. അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഓഡിറ്റോറിയം വരുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ 50 രൂപ ടിക്കറ്റിൻ്റെ സീറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ സ്ക്രീൻ. അപ്പോൾ അതിനകത്തേക്ക് പ്രൊജക്ഷൻ തുടങ്ങാത്തതുകൊണ്ട് സ്ക്രീനിൻ്റെ അവസ്ഥയൊന്നും പറയാറായിട്ടില്ല. പക്ഷേ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹാർട്ട് ബ്രേക്ക് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് സീറ്റ്. ബാക്കിയുള്ള ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള തിയേറ്റേഴ്സ് എല്ലാവരും 4K ലേസർ ഡോൾബി അറ്റ്മോസിലേക്ക് ആയപ്പോഴേക്കും നിങ്ങൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സ്പീക്കർ പോലും കാണാൻ സാധിക്കില്ല. 7.1 ആണെന്നൊക്കെ പറയുന്നു. 2K Xenon പ്രൊജക്ഷനാണ്. പിന്നെ അത് കണ്ടില്ലേ, ഈ സീറ്റിൻ്റെ താഴെ പിന്നെ സ്ക്രീനിൻ്റെ ആ ഒരു വാൾ ഉണ്ടല്ലോ, ആ വാളിൻ്റെ അവിടെ വരെയൊക്കെ മുറുക്കി തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. സീറ്റ് ഇതാണ് പഴയ ടൈപ്പ് സീറ്റ്. നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടാവും, പക്ഷേ നൊസ്റ്റാൾജിയൊക്കെ ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആംബിയൻസ് അല്ല ആക്ച്വലി ഇവിടെ ഉള്ളത്. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ആക്ച്വലി ഈ സ്ക്രീനിലുള്ള അഴുക്കൊക്കെ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. ബാഡ് ബോയ് കാർത്തിക് എന്ന് പറഞ്ഞ സിനിമയാണ്.
അത്യാവശ്യം ആളുകളൊക്കെ പടം കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും 50 രൂപ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50 രൂപ ടിക്കറ്റ്, 50 രൂപയിൽ ഇതിനകത്തേക്ക് കയറി ചെന്നു സപ്തഗിരി. ഹൈദരാബാദിൽ ഒരുപാട് കിഡിലൻ തിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ബാർക്കോഡ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെയുള്ള, അതിനകത്ത് 4K ഡോൾബി അറ്റ്മോസ് ലേസർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും 50 രൂപ ടിക്കറ്റ് റേറ്റ്, സപ്തഗിരിയിലും 50 രൂപ ടിക്കറ്റ് റേറ്റ് ആണ്. പക്ഷേ സപ്തഗിരിയുടെ കാര്യം പരിതാപകരമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഈ ഹൈദരാബാദ് ആ ഏരിയയിലെല്ലാം ലിക്കർ വളരെ ചീപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ചെറിയൊരു ബോട്ടിൽ എന്തോ 100 രൂപയുടെ ഒക്കെ ബോട്ടിലൊക്കെ മേടിച്ചിട്ടാണ് ആൾക്കാർ, ഇതും കൈ പിടിച്ചിട്ടാണ് ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. പ്രത്യേകിച്ച് ഈ 50 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലെ സെക്ഷനാണ്, വളരെ ചീപ്പാണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട്, ഇനി സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാഡ് ബോയ് കാർത്തിക് എന്നുള്ളത് ഒരു ആക്ഷൻ മസാല പടം ആയതുകൊണ്ട് തന്നെ ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കയറുമ്പോൾ തന്നെ ഓൾറെഡി അതിന് മുമ്പുള്ള ഷോയ്ക്ക് ആൾക്കാർ ഇങ്ങനെ കുടിച്ചിട്ടിരിക്കുന്ന ഈ കുപ്പികളുണ്ടല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് തട്ടി കുപ്പി ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവരുടെ കയ്യിൽ ഈ കുപ്പി, പിന്നെ അതിൻ്റെ ടച്ചിങ്സ് ആയിട്ടുള്ള മിക്സ്ചർ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊരു AC തിയേറ്റർ ആണെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്ന ആൾക്കാർ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഇനി സ്ക്രീനിൻ്റെ കാര്യം, അപ്പോൾ നമ്മുടെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ക്രീനിലുള്ള അഴുക്കുണ്ടല്ലോ, ഈ അഴുക്കൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈ ഒരു 10 തവണയെങ്കിലും കഴുകേണ്ടി വരും. അത്രയും കട്ടിക്ക് അഴുക്കുള്ള ഒരു സ്ക്രീനാണ്. ആക്ച്വലി ഞാൻ പടം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ എടുത്തു. പിന്നെ കയ്യിലുള്ള ഡിജി ക്യാമറയുടെ ഗുണമാണെന്ന് തോന്നുന്നു. അതിനകത്ത് നോക്കിയപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള പോലെയൊക്കെ തോന്നി. പക്ഷേ നമുക്ക് 50 രൂപ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിലിരുന്ന് കാണുമ്പോഴും നമുക്ക് ഈ സ്ക്രീനിലുള്ള ആ അഴുക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മഹാബോറാണ്. അതായത് ഇവരിങ്ങനെ ചുമ്മാ DB കയറ്റിയിട്ട് കുറേ സൗണ്ട് കൊടുക്കുന്നു എന്നല്ലാതെ ആ സൗണ്ടിന് ആ ഒരു ബേസിൻ്റെ ഒരു ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വരുന്ന ഇവർക്ക് ഉള്ള ഫേവറൊക്കെ ചെയ്ത് അങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുന്ന ദാറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു തിയേറ്ററാണ് സപ്തഗിരി. അപ്പോൾ ബാഡ് ബോയ് കാർത്തിക് എന്ന് പറയുന്ന പടം അതൊരു 10-15 മിനിറ്റ് തിയേറ്ററിൽ, ഈ തിയേറ്റർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, തിയേറ്ററിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചെന്നതായിരുന്നു. അപ്പോൾ ഏതായാലും സമാധാനമായി. അങ്ങനെ സപ്തഗിരി 70mm എന്ന് പറയുന്ന എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അതോടുകൂടി ഒരു 10-15 മിനിറ്റിനുള്ളിൽ തീർന്നു. ആക്ച്വലി ഹൈദരാബാദ് ഓൾഡ് ന്യൂ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതും ഏറ്റവും പഴയതായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. എല്ലാ ടൈപ്പ് തിയേറ്റേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് സപ്തഗിരി. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹൈദരാബാദ് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ PCXൽ പോകും, പിന്നെ ഡോൾബി സിനിമ വന്നിട്ടുണ്ട്, പിന്നെ AMB ART അതൊക്കെ വന്നിട്ടുണ്ട്, AAA സിനിമാസിലെ LED സ്ക്രീൻ, അതായത് എപ്പിക് ലക്സോൺ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഈ സുദർശൻ, ദേവി, സന്ധ്യ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സപ്തഗിരിയും ഒരു വെറൈറ്റിക്ക് വേണ്ടി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ തിയേറ്റർ ഹോളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ബാക്കിയുള്ള സുദർശനും ദേവിയും സന്ധ്യയൊക്കെ പോലെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ലെവലാവേണ്ടതായിരുന്നു. അതിൽ തന്നെ ദേവി തിയേറ്റർ 82 ഫീറ്റ് സ്ക്രീനായിട്ടാണ് അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വാഴയുടെ തെലുങ്ക് വേർഷനാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ വാഴലു എന്ന് പറയാം, വാഴ 2 എന്നുള്ള പേരിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ, അതായത് സന്ധ്യ അത്രയും 82 ഫീറ്റ് ഒരു ജയന്റ് സ്ക്രീനാണ് ഇപ്പോൾ ദേവി തിയേറ്ററിലുള്ളത്. എന്നിട്ടും അവിടെ 50 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.